എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് 2025 RR310. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ യൂണിറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫോളോവർ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചോദിക്കാൻ തുടങ്ങിയൊരു കാര്യമാണ്. RTR 310 വന്നപ്പോഴും ഇതിൻ്റെ സസ്പെൻഷൻ പുതിയ RR 310 വന്നപ്പോഴൊക്കെ എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം. സിറ്റി, ടൂറിംഗ്, ട്രാക്ക് റൈഡ് അങ്ങനെ 3 എൻവയോൺമെൻറ്റിലും നമുക്ക് 3 ഡിഫറൻ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റിങ്സാണ് വേണ്ടിയത്. അപ്പം നമുക്ക് ആദ്യം സിറ്റിയിലും അല്ലെങ്കിൽ റെഗുലർ കമ്മ്യൂട്ടിൽ ഏത് സസ്പെൻഷൻ സെറ്റപ്പ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടറി സെറ്റിംഗ് എന്ന് പറയുന്നത് സിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് 3 കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. 1 കംപ്രഷൻ ഡാമ്പിംഗ്, 2 റീബൗണ്ട് ഡാമ്പിംഗ്, പിന്നെ പ്രീലോഡ്. അപ്പം ഫ്രണ്ടിലെ സസ്പെൻഷനിൽ നമുക്ക് വലതുവശത്ത് കംപ്രഷനും അതുപോലെ ഇടതുവശത്ത് റീബൗണ്ട് ഡാമ്പിങ്ങും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രീലോഡ്. റിയർ സൈഡിലേക്ക് വരുമ്പം നമുക്ക് പ്രീലോഡും റീബൗണ്ട് ഡാമ്പിങ്ങും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൂൾസ് അത്യാവശ്യമാണ്. ഒന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു അലൻ കീ, ഫ്രണ്ടിലെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അഡ്ജസ്റ്റർ അഡാപ്റ്റർ ക്യാപ്പ്. അത് എൻ്റെ കയ്യിലില്ല ഇപ്പോൾ നിലവിൽ, കാരണം ഇതൊരു ടെസ്റ്റ് റൈഡ് വെഹിക്കിൾ ആയതുകൊണ്ട് ആ ടൂൾസ് ഇതിനകത്ത് അവർ വെച്ചിട്ടില്ല. സോ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ടിയത് റിയറിലെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സസ്പെൻഷൻ അഡ്ജസ്റ്റർ ടൂളും. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൂൾസായിട്ട് വേണ്ടിയത്. ഇപ്പോൾ നമുക്ക് റെഗുലർ കമ്മ്യൂട്ട് അല്ലെങ്കിൽ സിറ്റി സെറ്റപ്പിലാണ് ഓടിക്കുന്നതെങ്കിൽ നമുക്ക് ഫാക്ടറി സെറ്റിങ്സിൽ തന്നെ വണ്ടി ഓടിക്കാം. അതായത് നമുക്ക് ഇതിൻ്റെ പ്രീലോഡ് എന്ന് പറയുന്നത് ഇവിടെ 5 റിങ്സ് നമുക്ക് എണ്ണി നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പം ഇത് നോർമലി ഫാക്ടറി സെറ്റിംഗ് ആണ് വരുന്നത്. അതുപോലെ കംപ്രഷനും ഡാമ്പിങ്ങും ഫാക്ടറി സെറ്റിങ്സിൽ തന്നെ നമുക്ക് സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത്. ഈ ഒരു സസ്പെൻഷൻ്റെ സെറ്റിങ്സ് ഞാൻ പറയുന്നത് ഒരു 65 കിലോ ഏകദേശം വെയിറ്റ് ഉള്ള ഒരു റൈഡറിനെ കമ്പയർ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടുന്നതനുസരിച്ചും കുറയുന്നതനുസരിച്ചും അതിനനുസരിച്ച് ലൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വേരി ചെയ്യും. അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പം കൂടുതൽ വെയിറ്റ് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീലോഡ് എന്ന് പറയുന്നത് കൂട്ടുക, അധികം വെയിറ്റ് ക്യാരി ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രീലോഡ് കുറയ്ക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ പ്രീലോഡിൻ്റെ കാര്യം സെറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ടൂറിംഗ് ആണ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡിൽ നമുക്ക് പോകണം, അല്ലെങ്കിൽ ഹൈവേയിൽ ഹാർഡായിട്ടുള്ള ബ്രേക്കിംഗ് ചെയ്യുന്ന അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്രഷനും റീബൗണ്ടും മാക്സിമത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം ആദ്യം. അതായത് നമുക്ക് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതിലേക്ക് റൈറ്റിലേക്ക് വളരെ ജെൻറ്റിലായിട്ട് ഫുൾ തിരിക്കുക. അപ്പോൾ നമ്മളത് തിരിച്ച് കഴിയുമ്പം നമുക്ക് ഒരു പരിധി കഴിഞ്ഞിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ റീബൗണ്ടും നമുക്ക് മാക്സിമം ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. വളരെ ജെൻറ്റിലായിട്ട് തിരിക്കാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഉള്ളിലുള്ള പാർട്സുകൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ജെൻറ്റിലായിട്ട് നമ്മൾ തിരിക്കുക. അപ്പം ഫുൾ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ടൂറിംഗ് ആണ് നമ്മുടെ എയിം എന്നുണ്ടെങ്കിൽ, സോളോ റൈഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കംപ്രഷൻ ഡാമ്പിങ് നമുക്ക് ഒരു 8 ക്ലിക്സ് ലെഫ്റ്റിലേക്ക് തിരിക്കണം. അതായത് 1 2 3 4 5 6 7 8. ഇതാണ് ടൂറിങ്ങിൻ്റെ കംപ്രഷൻ ഡാമ്പിങ്. ഇനി നമുക്ക് റീബൗണ്ട് ഡാമ്പിങ് ഇടതുവശത്ത് എത്ര ക്ലിക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ക്ലിക്സ് ആണ്. അതായത് നമുക്കിങ്ങനെ തിരിക്കുമ്പം ഓരോ ക്ലിക്കിൻ്റെ സൗണ്ട് ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഫുൾ റൈറ്റിലോട്ട് തിരിച്ചതിന് സെറ്റ് ചെയ്ത് മാക്സിമത്തിൽ എത്തിച്ചതിന് ശേഷം വേണം നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കാനായിട്ട്. അതായത് റീബൗണ്ട് ഡാമ്പിങ് 10 ക്ലിക്സ് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ടൂറിങ് നിങ്ങൾ സോളോ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫാക്ടറി സെറ്റിങ്സിൽ തന്നെ ഇട്ടാൽ മതി. ഈ ഒരു 5 റിങ്സ് ഇവിടെ കാണുന്ന രീതിയിൽ. ഇനി നിങ്ങൾക്ക് ടൂറിംഗ് ചെയ്യുന്ന സമയത്ത് പില്യൻ റൈഡറിനെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കംപ്രഷൻ ഡാമ്പിംഗ് എന്ന് പറയുന്നത് 7 ക്ലിക്സ് ആണ് ചെയ്യേണ്ടത്. അതായത് ആദ്യം ഫുൾ റൈറ്റിലോട്ട് തിരിച്ച് ഫുൾ മാക്സിമത്തിൽ എത്തിച്ചതിന് ശേഷം 7 ക്ലിക്സ് ഇടത്തോട്ട് തിരിക്കുക. 1 2 3 4 5 6 7. അപ്പോൾ അത്രേ മതി ടൂറിംഗ് വിത്ത് പില്യൻ. റീബൗണ്ട് ഡാമ്പിംഗ് നമുക്ക് 7 ക്ലിക്സ് വേണം. അതായത് മാക്സിമത്തിൽ ഞാൻ മുമ്പേ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ റൈറ്റിലേക്ക് മാക്സിമം സെറ്റ് ചെയ്തതിന് ശേഷം 7 ക്ലിക്സ് കൊടുക്കുക. 1 2
3 4 5 6 7. ഇനി ഫ്രണ്ടിലെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു അഡാപ്റ്റർ ക്യാപ്പ് ഉണ്ട്, സസ്പെൻഷൻ അഡ്ജസ്റ്റർ അഡാപ്റ്റർ ക്യാപ്പ്. അപ്പം അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുക. എന്നിട്ട് ഈ അലൻ കീ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൂൾ എൻ്റെ കയ്യിലില്ല, അതിൻ്റെ ജസ്റ്റ് ഒരു ഇമേജ് ഞാൻ കാണിച്ചു തരാം. മുകളിലേക്ക് വെക്കുക, ജസ്റ്റ് തിരിക്കുക. പ്രീലോഡ് ഇതിൻ്റെ മാക്സിമത്തിൽ സെറ്റ് ചെയ്യുക. അതാണ് ടൂറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പില്യൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമത്തിലേക്ക് ഇതിനെ തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു റിങ്സും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ 5 റിങ്സ് ആണ്, അത് ഫാക്ടറി സെറ്റിങ്സ് ആണ്. അപ്പം മാക്സിമത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ടൂറിംഗ് വിത്ത് പില്യൻ എന്നുള്ള സമയത്ത് സെറ്റ് ചെയ്യേണ്ടത്. ഇനി റിയർ സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ഫാക്ടറി സെറ്റിങ്സ് വരുന്നത് ഇതിൻ്റെ 3ാമത്തെ നോച്ചിലാണ്. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും ഇത് 1 2 3. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഓരോ നോച്ച് മാറ്റുമ്പം ടൂറിംഗ് വിത്ത് പില്യൻ എന്നുള്ള കാറ്റഗറിയിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ 6th നോച്ചിലേക്ക് സസ്പെൻഷൻ റിയറിലെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ കാണുന്ന ടൂളാണ് നമുക്ക് റിയറിലെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൂൾ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഇതിലേക്ക് വെക്കുക. നമുക്ക് ദാ ഇവിടെ ഒരു ലോക്കുണ്ട്. അപ്പോൾ ഈ ലോക്ക് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് കണ്ടോ ഇങ്ങനെ തിരിച്ചാൽ മതി. അപ്പം 6th നമുക്ക് സെറ്റ് ചെയ്യാം 2 പേര് ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് റിയറിലെ റീബൗണ്ട് ഡാമ്പിംഗ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന സ്ക്രൂ തിരിച്ചാൽ മതി. 10 ക്ലിക്സ് ആണ് നമുക്ക് ടൂറിംഗ് വിത്ത് പില്യൻ ചെയ്യുന്ന സമയത്ത് തിരിക്കേണ്ടത്. 1 2 3 4 5 6 7 8 9 10. ടൂറിംഗ് സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ട്രാക്കിൽ എങ്ങനെ സസ്പെൻഷൻ സെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാർഡായിട്ടുള്ള ആക്സലറേഷൻ വരും, ഹാർഡായിട്ടുള്ള ബ്രേക്കിംഗ് വരും. അപ്പോൾ അങ്ങനെ മാക്സിമം ടയറുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് പാച്ച് നമുക്ക് നിലനിർത്തേണ്ടത് ആവശ്യമായതുകൊണ്ട് നമുക്ക് ആ രീതിക്ക് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം കംപ്രഷൻ ഡാമ്പിംഗ് എത്ര സെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ക്ലിക്സ് ആണ് കംപ്രഷൻ ഡാമ്പിംഗ് സെറ്റ് ചെയ്യേണ്ടത്. അതേസമയം റീബൗണ്ട് എന്ന് പറയുന്നത് 2 ക്ലിക്സ് ആണ്. പ്രീലോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറി സെറ്റിങ്സിൽ തന്നെ ഇട്ടാൽ മതി, 5 റിങ്സ് കാണുന്ന രീതിയിൽ. അതുപോലെ തന്നെ റിയറിലെ പ്രീലോഡ് എന്ന് പറയുന്നത് ഫാക്ടറി സെറ്റിംഗ് ആണ്. ഇതുപോലെ ഫുള്ള് മാക്സിമത്തിൽ തിരിച്ചിട്ട് നമുക്ക് 7 ക്ലിക്സ് ലെഫ്റ്റിലേക്ക് തിരിക്കുക, കംപ്രഷൻ. പിന്നെ റീബൗണ്ട് ഡാമ്പിംഗ് എന്ന് പറയുന്നത് മാക്സിമത്തിൽ മാക്സിമം റൈറ്റിലേക്ക് തിരിക്കുക, അതിനുശേഷം ലെഫ്റ്റിലേക്ക് 2 ക്ലിക്സ് തിരിക്കുക. അപ്പോൾ നമുക്ക് തിരിക്കുന്ന സമയത്ത് ഒരു ടിക് ടിക് എന്ന് പറഞ്ഞിട്ട് ശബ്ദം കേൾക്കാൻ പറ്റും. വളരെ ജെൻറ്റിലായിട്ട് തിരിക്കാവുള്ളൂ. അപ്പം അങ്ങനെയാണ് ട്രാക്ക് സസ്പെൻഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. റിയറിലെ റീബൗണ്ട് നമുക്ക് 2 ക്ലിക്സ് തിരിച്ചാൽ മതി. ഏത് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും മാക്സിമം ഫുള്ള് റൈറ്റിലേക്ക് തിരിച്ചതിന് ശേഷം ലെഫ്റ്റിലേക്ക് ആ ക്ലിക്സ് കൊടുക്കുക. പിന്നെ ഈ ഒരു സെറ്റപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓടിക്കുന്ന ആളുടെ വെയിറ്റ്, അതുപോലെ ഏത് കണ്ടീഷനിലാണ് ഓടിക്കുന്നത് എന്നൊക്കെയുള്ളത് അതനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ഇത് കൂട്ടണോ കുറയ്ക്കണോ വേണ്ടതെന്നോ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വെയിറ്റ് കൂടുതലാണോ കുറവാണോ, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു കോമൺ റൈഡറിൻ്റെ ഒരു വെയിറ്റ് എന്നുള്ള നിലയിലാണ്. അതായത് ഒരു 65 kg അടുത്ത് വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് അതിൽ കൂടുതലുണ്ടെന്നെങ്കിൽ പ്രീലോഡ് കൂട്ടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വെയിറ്റ് കുറവാണെങ്കിൽ പ്രീലോഡ് കുറയ്ക്കുക, അത് ഫ്രണ്ടിലും റിയറിലും. അപ്പോൾ അത്രയാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആദ്യം ഇത് കേൾക്കുമ്പോൾ ഒരു ഇത്തിരി കൺഫ്യൂഷൻ തോന്നും, പക്ഷേ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളത് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ. അപ്പം കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മൾ റൈറ്റിലേക്ക് ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് വളരെ റാഷായിട്ട് തിരിക്കാൻ പാടില്ല, ജെൻറ്റിലായിട്ട് പ്രസ് ചെയ്യുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പലരും ഈ ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഉള്ള RR 310 അല്ലെങ്കിൽ RTR 310 വാങ്ങിച്ചിട്ട് ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്യാത്തവരുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു ഫോളോവർ ഒരുപാട് നാളുകളായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ലേറ്റ് ആയതിൽ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ഈ വണ്ടി കിട്ടാനുള്ള ഇച്ചിരി ഒരു താമസം വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ ഒഴിക്കാറുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോ വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.